പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ നമ്മളെല്ലാവരെയും വഴി നടത്തിയതിന്, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകിയതിന്, ദൈവവചനത്തോടുള്ള ദാഹം നൽകിയതിന്, ദിവ്യബലിയിൽ പങ്കെടുക്കാനൊരവസരം നൽകിയതിന്, കൊതിയോടെ ജപമാല ചൊല്ലാൻ ഒരവസരം നൽകിയതിന്, ആത്മീയ മനുഷ്യരായി ആത്മീയ ഉണർവോടെ നമ്മളെ നയിച്ചതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തുതി, 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 സ്തുതി. ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. നന്ദി ഈശോയെ. അങ്ങിന്നും മുഴുവനും ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന്, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചതിന് നന്ദി ഈശോയെ. ഇന്ന് ഈ ദിവസം ഒന്ന് മനനം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്കോ എനിക്കോ ഒക്കെ ശക്തി ചോർന്നു പോയതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ എല്ലാ അവസ്ഥകളെയും ഈശോയിലേക്ക് കൊടുക്കാം. നമ്മൾ മനുഷ്യരല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഒരു പരിഭ്രമം, എവിടെയെങ്കിലുമൊക്കെ ഒരു ധൈര്യക്കുറവ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥകളെല്ലാം ഒന്ന് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ വരും, നമ്മെ തൊടും, നമുക്ക് ബലം നൽകും. വചനമുണ്ടല്ലോ, യെശയ്യാ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. നീ ഇന്ന് എവിടെയെങ്കിലും ഒന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ ഒന്ന് തളർന്നിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട. നാളെ നിനക്കൊരു നല്ലൊരു ദിനമുണ്ട്. കർത്താവിൽ നീ ഒന്ന് ആശ്രയിക്ക്. നീ കഴുകനെ പോലെ ചിറകടിച്ചുയരും. നിനക്ക് നല്ല എനർജി കർത്താവ് തരും. കർത്താവിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അവിടുത്തെ അഭിഷേകവും കൃപയും സന്തോഷവും സമാധാനവും നിന്നിൽ നിറയും. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.